രാഹുലേട്ടൻ്റെ ഗാനങ്ങളിലൂടെയാണ് എന്തായാലും ഈ സിനിമ കുറെ കൂടി ഹൃദയത്തിലേക്ക് റിലീസിന് മുമ്പേ ഇപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഗാനങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ എത്രത്തോളം ഉണ്ടെന്ന് പറയാമോ? ഇതിൽ ഗാനങ്ങളെന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ പറ്റാത്ത രീതിയിലാണ്. സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പാട്ട് വിരൽ തൊടും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ പാട്ടിന് മുമ്പ് ഒരു സിറ്റുവേഷനിൽ മറ്റൊരു ഗസൽ, ഒരു ഫേമസ് ഗസലിനെ പറ്റി പറയുന്നുണ്ട്, ക്യാരക്ടേഴ്സ് തമ്മിൽ. അപ്പോൾ ആ ഗസൽ, പക്ഷെ നമുക്ക് ശരണ ആഗ്രഹം ആ ഗസൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നായിരുന്നു. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ഗസലാണ്. അപ്പോൾ നമ്മൾ ചർച്ചയിലൂടെ ഓക്കെ, അപ്പോൾ ആ സംസാരത്തിന് ശേഷം അതേ രാഗത്തിൽ ഒരു ഗസൽ എന്ന് തോന്നിപ്പിക്കുന്ന, അതേസമയം വളരെ നേർത്തതായിട്ട് ഒട്ടും ആ നറേറ്റീവിനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ഗാനം അവിടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഇതിലെ പ്രോസസ്സ്. ഓരോ പാട്ടും കയറി ഇറങ്ങി വരികയും അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ നറേറ്റീവ്. അല്ലാണ്ട് ഗാനം പ്രത്യേകം. പക്ഷെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വി മേക്ക് എ സോങ്, ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും ഈ സ്ക്രിപ്റ്റിൽ തന്നെ എൻ്റെ ഫസ്റ്റ് നറേഷനിൽ തന്നെ പാട്ടുകൾ ഇന്ന രീതിയിലൊരു സാധനം ഇവിടെ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ശരൺ എൻ്റെ അടുത്ത് എത്തുന്നത് ഇതുപോലെ ജിയോ ബേബിയുടെ കറുത്ത കൈകൾ തന്നെയാണ് അതിന് പിന്നിൽ. ജിയോ ബേബിയുടെ ഡിക്സൺ ചേട്ടൻ രണ്ടുപേരും കൂടെയാണ്. ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഒരു ഭയങ്കര സംഭവമാണ്, കോളേജിലൊക്കെ വലിയ റാങ്കൊക്കെ മേടിച്ചു. റാങ്ക് ഉണ്ടാണോ? അപ്പോൾ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ആ ഫസ്റ്റ് നറേഷനിൽ തന്നെ ഹി ഹാഡ് എ എൻറ്റയർ ഐഡിയ ഓഫ് ദ ഹോൾ മൂവി. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ഈ പറയുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും ഒരുമിച്ച്? പറഞ്ഞ എല്ലാം ഓക്കെയാണ്. എല്ലാവരും ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ഈച്ച് ക്യാരക്ടർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഉറപ്പുണ്ടായ രീതിയിലാണ് അവർ ഇതാകുന്നത്. അല്ലാണ്ട് നോബഡി ഈസ് എ സ്റ്റാർ ഹിയർ, എവറിബഡി ഈസ് എ ക്യാരക്ടർ. അപ്പോൾ അത് അതിലെ സംഗീതവും അതിലൊരു കഥാപാത്രം തന്നെയാണ്. ആ നറേറ്റീവിനെ മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവരുടെ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോ ക്യാരക്ടറിനെയും അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെ സംഗീതം സ്കോറിൻ്റെ ഒരു സാധനമാണെങ്കിൽ, സ്വഭാവമാണെങ്കിൽ, വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. അവിടെ നമ്മൾ ഓൾറെഡി നല്ല മലയാള ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇനി മ്യൂസിക് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ അടയാളപ്പെടുത്താതെ വെൻ ദ ക്യാരക്ടേഴ്സ് സ്പീക്ക് ലെറ്റ് ദം സ്പീക്ക്. ആൻഡ് അതിനുശേഷമുള്ള അവരുടെ റെസ്പോൺസിനാണ് ഒരുപക്ഷെ സംഗീതം വരേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം കുറേ കമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഇത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കമേഴ്ഷ്യലി വയബിൾ മൂവി ഇറ്റ്സെൽഫ്. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സമാധാനം. പണ്ട് എനിക്ക് ഇതേ സമാധാനം കിട്ടിയത് ഋതു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇങ്ങനൊരു എനിക്കൊരു വാവ് മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഈക്വലി വാവ് മൊമെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു ശരൺ.